ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഈ കഴിഞ്ഞ ഓണം എക്സാമിൻ്റെ ആൻസർ കീസാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മാത്സ് ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സ്. ഇപ്പോൾ നിങ്ങൾ എഴുതിയ ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മളിതിൽ നോക്കുക. ഇതിൽ തന്നെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആരും ആൻസർ ഇല്ല എന്ന് വന്ന് കമൻറ്റ് ചെയ്യരുത്, ക്ലാസ് മുഴുവൻ കാണാതെ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ആൻസർ മാത്രമായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് ഒരു വൃത്തം തന്നിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. ത്രികോണത്തിലെ ഒരു കോൺ 40 ഡിഗ്രിയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്? ആൻസർ 1/9 ഭാഗം. ബി ക്വസ്റ്റ്യൻ, ത്രികോണത്തിലെ മറ്റു 2 കോണുകളുടെ അളവുകൾ അളന്നെഴുതുക. ആൻസർ 70 ഡിഗ്രി വീതം. സി, ഇത്തരം എത്ര ത്രികോണങ്ങൾ വൃത്തത്തിൽ വരയ്ക്കാൻ കഴിയും? ആൻസർ 9 ത്രികോണങ്ങൾ. ഡി, വൃത്തത്തിലെ ത്രികോണത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ABCD എന്ന് 4 ഓപ്ഷനും ഉണ്ട്. ഇതിൽ ഏതാണ് ശരിയെന്ന് പറയാം. ശരിയായത് സി ആണ്. 2ഉം 4ഉം ശരിയാണ്. ഓക്കെ, 2ഉം 4ഉം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചതുരാകൃതിയിലുള്ള ഒരു ടാങ്കിൻ്റെ അകത്തെ നീളം, വീതി, ഉയരം എന്നിവ യഥാക്രമം 90 സെൻറ്റിമീറ്റർ, 70 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ എന്നിങ്ങനെയാണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ടാങ്കിൻ്റെ ഉള്ളളവ് എത്രയാണെന്ന് നോക്കാം. കണ്ടല്ലോ, 90 × 70 × 50 ചെയ്ത് കഴിഞ്ഞാൽ, ഗുണിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3,15,000 എന്ന് കിട്ടും. അത്രയും ഘന സെൻറ്റിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടുക. അതിന് നമ്മൾ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 3,15,000-നെ ഡിവൈഡഡ് ബൈ ഹരിക്കുക 1000 വെച്ചിട്ട്. അപ്പം നമുക്കത് ലിറ്ററിലേക്ക് കൺവേർട്ട് ആവും. 315 ലിറ്റർ എന്നാണ് ആൻസർ വരിക. നെക്സ്റ്റ് നമുക്ക് അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കാം. ഈ ടാങ്കിൽ ഇപ്പോൾ 189 ലിറ്റർ വെള്ളമുണ്ട്. ടാങ്കിൽ എത്ര ഉയരത്തിലാണ് വെള്ളമുള്ളത്? ബി, 189 × 1000 ചെയ്യുക ബൈ 90 × 70 ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ 30 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി സി ക്വസ്റ്റ്യൻ, ടാങ്കിൻ്റെ നീളം, വീതി, ഉയരം എന്നിവ ഇരട്ടിയാക്കി മാറ്റിയാൽ അതിൻ്റെ ഉള്ളളവിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉള്ളളവ് 8 മടങ്ങാവും. ആൻസർ ഡി ആണ് കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ 3A 3B എന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഞാനിതിൽ 2 ആൻസേഴ്സും പറയാം. A ആണ് ആദ്യം നമുക്ക് തന്നിരിക്കുന്നത്. ABCD എന്ന് പറഞ്ഞ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ക്വസ്റ്റ്യൻ 12/15 ലഘുരൂപം കിട്ടുന്നതിന് അംശത്തെയും ഛേദത്തെയും ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഹരിക്കണമെന്നാണ്. ക്വസ്റ്റ്യൻ്റെ ആൻസർ 3 കൊണ്ട് ഹരിക്കണം. ബി, 16 കേക്ക് 6 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് കിട്ടുന്ന ഭാഗം 8 കേക്ക് എത്ര പേർക്ക് തുല്യമായി വീതിച്ചാൽ കിട്ടുന്നതിന് തുല്യമാണ്? ബി, 3 പേർക്ക്. അതുപോലെ സി, യൂണിഫോമിൻ്റെ ഷർട്ടിനായി 42 മീറ്റർ തുണി കൊണ്ടുവന്നു. അത് 24 കുട്ടികൾക്ക് തുല്യമായി മുറിച്ചു നൽകി. ഒരാൾക്ക് എത്ര മീറ്റർ തുണി കിട്ടും? അത് 42/24 എന്ന് പറയുമ്പോൾ നമുക്ക് 7/4 കിട്ടും. 7/4 ഒന്നുകൂടി ഹരിച്ചു കഴിഞ്ഞാൽ 1/3/4 മീറ്റർ, 1.25 മീറ്റർ ആണ് വരിക കേട്ടോ. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ, ഒരു പ്രസ്താവനയും അതിൻ്റെ കാരണവും ചുവടെ നൽകിയിട്ടുണ്ട്. ആൻസർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിയുടെ ആൻസർ നമുക്ക് നോക്കാം. ബി ആണ്. ബി പ്രസ്താവനയും കാരണവും ശരിയാണ്. അതായത് ബി പ്രസ്താവനയാണ് ശരി. തന്നിരിക്കുന്ന പ്രസ്താവനയും കാരണവും ശരിയാണ്. ചില ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയി വായിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ നിങ്ങൾ ആൻസേഴ്സ് മാത്രം നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് 3B. ബി ക്വസ്റ്റ്യൻ ആൻസർ ആദ്യം 1/3, 1/5 എന്നിവയുടെ ഒരേ ഛേദമുള്ള 2 രൂപങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 3ൻ്റെ ആൻസർ എയുടെ ആൻസറാണ് പറയുന്നത്. 5/15, 3/15 എന്ന് വരും. അതുപോലെ തന്നെ 2 രൂപങ്ങൾ വേണം. 10/30, 6/30 എന്നും നമുക്ക് എഴുതാം. അതുപോലെ ബി ക്വസ്റ്റ്യൻ ആൻസർ 2/3ൻ്റെ പല രൂപങ്ങളിൽ 21/27 ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല, 2/3ൻ്റെ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 21/27 കിട്ടില്ല. അതാണ് അതിൻ്റെ റീസൺ വരിക. സി, നമുക്ക് മാച്ച് ദി ഫോളോയിങ് ആണ് വരിക. അത് നമുക്ക് നോക്കാം.
ഈ പി ഈ സെഡുമായിട്ട് മാച്ച് ചെയ്യുക, അതുപോലെ ക്യൂ എക്സുമായിട്ട് മാച്ച് ചെയ്യുക, അതുപോലെ ആർ വൈയുമായിട്ട് മാച്ച് ചെയ്യുക കേട്ടോ. ഇതാണ് കറക്റ്റായിട്ട് വരിക. അതായത് നമ്മുടെ സി ആണ് ഇതിൽ ആൻസർ കറക്റ്റ്. അതുപോലെ അടുത്തത് 4ലും എ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 4ൽ എ വരുന്നത് ആദ്യത്തെ എ ക്വസ്റ്റ്യൻ നമുക്ക് കുറേ അഡീഷൻ തന്നിട്ടുണ്ട്. ഈ പാറ്റേണിലെ അടുത്ത 2 വരികൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 15/16 + 1/32 = 31/32 നമുക്ക് എഴുതാം. അതേപോലെ 31/32 + 1/64 63/64 നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വലിയ പാത്രത്തിലും ഒരു ചെറിയ പാത്രത്തിലും പാലുണ്ട്. വലിയ പാത്രത്തിൽ 8.25 ലിറ്റർ പാലുണ്ട്. അതിൽ നിന്ന് 1.25 ലിറ്റർ പാൽ ചെറിയ പാത്രത്തിൽ ഒഴിച്ചാൽ രണ്ടിലെയും പാലിൻ്റെ അളവ് തുല്യമാകും. ചെറിയ പാത്രത്തിൽ ആദ്യം ഉണ്ടായിരുന്ന പാലിൻ്റെ അളവാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 8.25 1.25 കുറയ്ക്കുമ്പോൾ നമുക്ക് 7.5 കിട്ടും. 7 1/2. ആ 7 1/2 നിന്ന് 1 1.25 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 6.25 കിട്ടും. ഓക്കെ, 6.25 നമുക്ക് വരിക. നെക്സ്റ്റ് വരുന്നത് സി ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദി ഫോളോയിങ് ആണ് വരുന്നത്. ആൻസർ നോക്കാം. ആൻസർ വരുന്നത് സി ആണ് ആൻസർ വരിക. സി അല്ല, ഒരു മിനിറ്റ്, എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. അതായത് ഇതാണ് ആൻസർ വരിക. M = T വരും. അതുപോലെ N = V വരും. ഇത് തന്നെയാണ്. N = V ആണ് വരിക. അതുപോലെ P = U വരും. നെക്സ്റ്റ് 4B ആൻസറിലും ഇതുപോലെ തന്നെ ഒരു പാത്രത്തിൽ 5 ലിറ്റർ പാലുണ്ട്. പാൽ 6 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം ഹരിയും 3 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം സുധയും എടുത്തു. അപ്പോൾ ഹരി എടുത്തത് എത്ര ലിറ്റർ പാലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. 5/6 ലിറ്റർ ആണ്. അതുപോലെ സുധ എടുത്തത് എത്ര ലിറ്റർ ആണെന്ന് ചോദിച്ചാൽ 5/3 ലിറ്റർ ആണ്. രണ്ടുപേരും കൂടി ആകെ എത്ര ലിറ്റർ പാൽ എടുത്തു എന്ന് ചോദിച്ചാൽ 5/6 + 5/3 ചെയ്യുക, 15/6 ആൻസർ കിട്ടും. നെക്സ്റ്റ് നമുക്ക് 2.5 ലിറ്റർ എന്ന് വരും, അതിനെ വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ആൻസർ മാത്രം നോക്കാം. ആൻസർ 10നെ 6 തുല്യഭാഗങ്ങളാക്കണം. സി ആണ് ആൻസർ വരിക. അതായത് ഇതാണ് കേട്ടോ. ഡിയുടെ ആൻസർ സി ആണ്. അടുത്തത് 5, നമുക്ക് തന്നിരിക്കുന്ന ചിത്രം പാറ്റേൺ വരയ്ക്കുക, ഷെയ്ഡ് ചെയ്ത് ഭംഗിയാക്കുക. അതാണ് ആദ്യം തന്നിരിക്കുന്നത്. വൃത്തം നമുക്ക് ആദ്യമായി കൃത്യമായി വരയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൃത്തത്തെ 5 തുല്യ ഭാഗങ്ങളാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് അതിലൊരു സ്റ്റാറിൻ്റെ രൂപം നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാൻ പറ്റും. ഷെയ്ഡ് ചെയ്ത് ഭംഗിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ ഒരു സ്റ്റാർ അതിൽ ഷെയ്ഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അങ്ങനെയാണ് നമുക്ക് വരയ്ക്കുക കേട്ടോ. ആദ്യം വൃത്തത്തിന് നമുക്ക് കറക്റ്റാക്കി വരയ്ക്കാൻ പറ്റും. 5 തുല്യ ഭാഗങ്ങളാക്കാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം ഒരു സ്റ്റാറും അതിൽ നിന്ന് നിങ്ങൾക്ക് കളർ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുക. പിന്നെ ബി ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ചിത്രം ഒരു ചതുരമല്ല, കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ റീസൺ സി ആണ്. അതിൻ്റെ എതിർവശങ്ങൾ തുല്യമല്ല. എതിർവശങ്ങൾ തുല്യമായാൽ മാത്രമേ അത് എന്താവുള്ളൂ, ചതുരമാകുള്ളൂ. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യനിൽ ABC എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3 ക്വസ്റ്റ്യൻ ഉണ്ട്. എ ക്വസ്റ്റ്യൻ, ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 96 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ഇതേ നീളവും വീതിയുമുള്ള ചതുരപ്പെട്ടിയുടെ വ്യാപ്തം 96 ഘന സെൻറ്റിമീറ്റർ ആണ്. പെട്ടിയുടെ ഉയരമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, 1 സെൻറ്റിമീറ്റർ ആണ്. ചതുരാകൃതിയായ നീന്തൽ കുളത്തിൽ എത്ര ഉണ്ട്? 2,50,000 ലിറ്റർ വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുളത്തിന് 2 മീറ്റർ ആഴവും 10 മീറ്റർ വീതിയുമുണ്ട്. ഈ കുളത്തിൽ പകുതി ഉയരത്തിൽ വെള്ളമുണ്ടെങ്കിൽ കുളത്തിൻ്റെ നീളം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 2,50,000 ലിറ്റർ എന്ന് പറയുന്നുണ്ടല്ലോ, അതിനെ ഘന സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുക. 1000 വെച്ച് ഡിവൈഡ് ചെയ്താൽ അത് ഘന സെൻറ്റിമീറ്ററിലേക്ക് മാറും കേട്ടോ. അപ്പോൾ 250 ഘനമീറ്റർ എന്ന് കിട്ടും. ഘന സെൻറ്റിമീറ്റർ അല്ല, ഘനമീറ്റർ. എന്നിട്ട് എഗൈൻ നമുക്കതിന് മീറ്ററിലേക്ക് മാറ്റണം. 250 എന്ത് ചെയ്യണം, 1 × 10 ചെയ്താൽ നമുക്ക് 25 മീറ്റർ എന്ന് കിട്ടും. അടുത്ത സി ക്വസ്റ്റ്യൻ, ഈ കുളത്തിലെ കുറേ വെള്ളം കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. ഇപ്പോൾ കുളത്തിൽ 40 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. കുളത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് കണ്ടെത്തുന്നതിനുള്ള ക്രിയ ചുവടെ ഉള്ളതിൽ ഏതാണ്? ആൻസർ വരുന്നത് സി ആണ്. സി തന്നെ അല്ലേ? സോറി, എ ആണ് കേട്ടോ. ഇതാണ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. നമ്മൾ എല്ലാ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. തുടർന്നുള്ള ക്ലാസ്സുകളിലും ഈ കഴിഞ്ഞ ഓണം എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വെക്കേഷനും അതുപോലെ തന്നെ സ്കൂൾ റീഓപ്പൺ ചെയ്തിട്ട് പോകേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറുകളായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ ഇത് നോട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.